ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ഗോതമ്പ് പൊടിയും ബാക്കി വന്ന ചോറും കൊണ്ടുള്ള കിടിലം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ ഗോതമ്പ് പൊടിയും ബാക്കി വന്ന ചോറും കൊണ്ടുള്ള ഈ കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, ഒരുപാട് സമയം അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കിടിലം ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിലേക്ക് ഞാനിതാ ബാക്കി വന്ന ചോറ് ഏകദേശം ഒരു 5-6 സ്പൂൺ ഉണ്ടാവും കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചപ്പാത്തിക്ക് പകരമായിട്ടൊക്കെ നമുക്കിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എളുപ്പമാണ്. അങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് അരച്ച അപ്പം തന്നെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക, കുറച്ച് മതി. ഞാൻ അരച്ചിട്ട് തലേന്ന് രാത്രിയൊക്കെ അങ്ങനെ മാവ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ 3 സ്പൂണ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി നമുക്ക് വൈകുന്നേരം വരെ വെച്ചാലും ആ ഒരു സോഫ്റ്റ് നഷ്ടപ്പെടില്ല കേട്ടോ. ഈ ഒരു റവയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വേണ്ടത് വെള്ളം ഒരുപാട് അങ്ങോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കരുത്, കുറേശ്ശായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണേ. അധികം അങ്ങോട്ട് ലൂസ് ആവാനും പറ്റില്ല, അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല. ആ ഒരു രീതിയിലായിട്ട് ഈ ഒരു മാവ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം ഏകദേശം ഒരു 2 ഗ്ലാസോരം വെള്ളം ഞാനിതിലേക്ക് കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തേന് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു അളവിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ചപ്പാത്തിക്ക് പകരമൊക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണോ, പിന്നെ അതെല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പി. അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഞാനിതാ മിക്സിൻ്റെ ജാറെടുത്തിന് അയക്കുക ഈ ഒരു മാവ് ഫുള്ള് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഈ ഒരു മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അങ്ങനെ ഞാൻ അരച്ചെടുത്തതിന് ശേഷം കേട്ടോ ഇതുപോലെ ഇനി ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ബബിൾസോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കണേ. ഒരുപാട് സമയം അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അരച്ച അപ്പം തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ജസ്റ്റ് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു പദപ്പദം ഉണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ട് പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചേന് കേട്ടോ. ഇനിതാ ഈ ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ചെറുതായിട്ട് കട്ടിയിൽ വേണം കേട്ടോ ഈ ഒരു പിന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ. ബബിൾസ് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്നങ്ങോട്ട് മൂടി വെക്കുകയാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റുള്ള അപ്പം റെഡിയായേനെ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ജസ്റ്റ് ഒന്നങ്ങോട്ട് തേച്ച് കൊടുത്താൽ മതിട്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന അപ്പമാണ് കേട്ടോ ഈ ഒരു ആട്ടപ്പൊടി വെച്ചിട്ട്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ആയാലും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അങ്ങനെ ഞാനിതാ ഒന്നങ്ങോട്ട് ബബിൾസ് വന്നതിന് ശേഷം ഈ ഒരു സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ചെടുക്കണേ. മൂടിച്ചിട്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ചൂടോട് കൂടിയാണ്, കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു റെസിപ്പി ഇതുപോലെ തന്നെ കഴിക്കാൻ തോന്നേ. അങ്ങനെ എല്ലാം ഉണ്ടാക്കി നോക്കാൻ ഒരു വട്ടെങ്കിലും ഇട്ട് നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ തോന്നുന്നു. നല്ല ടേസ്റ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു റെസിപ്പി. അങ്ങനെ ഞാൻ ഓരോന്ന് ഇതാ ഈ ഒരു അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോട്ട് ഞാനിത് ഉണ്ടാക്കിയെടുക്കണം. ചില സമയത്ത് രാത്രി ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കലുണ്ട്. ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണല്ലോ, അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ മസാല ദോശ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ദോശയും കൂടി ഈ ഒരു മാവ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാൻ ഇതിലേക്ക് ചൂടായതിന് ശേഷം കേട്ടോ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ചിങ്ങനെ ഓയിൽ ഇങ്ങനെ നന്നായിട്ട് നെരിച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് തീ കുറച്ച് കൊടുക്കണേ, അതായത് പെട്ടെന്നൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇതിലേക്ക് ഇതുപോലെ അങ്ങനെ കുറച്ച് മതി, ഒരുപാട് ഓയിലിൻ്റെ എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി അങ്ങോട്ട് മൂടി വെച്ചതിന് ശേഷം നമ്മളെ ഈ ഒരു കിടിലം മസാല ദോശ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. രാവിലെയൊക്കെ നമുക്ക് ഒരു വെറൈറ്റി തന്നെയാണ്. എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തണമെങ്കിൽ ഇതുപോലെ കിടക്കിടക്ക് ഉണ്ടാക്കി നോക്കണ്ടേ, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടേ. അപ്പോൾ റവ ചേർക്കാനൊരിക്കലും മറക്കരുത് കേട്ടോ. നമ്മൾ ആ ഒരു നെരിച്ചിലോട് കൂടി കിട്ടുക.
അങ്ങനെ ഞാനിതാ ഓരോന്നോരോന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെയുള്ള. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.